അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറത്തുകളും കൃത്യമായി പഠിക്കുവാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 17 ക്ലാസ്സുകളിലൂടെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബഖറയിലെ 23, 24 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സാധാരണ നമ്മൾ 3 ആയത്തുകൾ വീതമാണ് പഠിക്കാറുള്ളത്. എന്നാൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടും കുറച്ച് ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടും ഇന്ന് 2 ആയത്തുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈ എടുക്കുന്ന ഓരോ ഭാഗവും കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കി നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലാവട്ടെ ഒഴിവുള്ള സമയങ്ങളിലാവട്ടെ എല്ലാം ധാരാളമായി അത് ഓതിക്കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പൊതു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എങ്ങനെ ഖുർആൻ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു വിഷയം, ആവർത്തിച്ച് ഖുർആൻ കേൾക്കാനുള്ള സൗകര്യത്തെക്കുറിച്ചും നമ്മൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാകും, ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ നേരെ സൂറത്തിലേക്ക് പോകാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം ഇതിനു മുമ്പുണ്ടായിരുന്ന ആയത്തുകളൊന്ന് ഓതി നോക്കാം. അതിനുശേഷം നമുക്ക് പുതിയ ഭാഗത്തേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഓതുന്നത് നിങ്ങളിങ്ങനെ കേട്ടുപോയാൽ മതി. കഴിയുന്നതും നിങ്ങളുടെ ഭാഷയിൽ അത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون. أولئك الذين اشتروا الضلالة بالهدى
فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق يذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഇത്രയും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചു വന്നത്. അപ്പൊ 22 ആയത്തുകൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23, 24 ആയത്തുകളാണ്. 23, 24 ആയത്തുകൾ. ഏതാണ് ഈ ആയത്തുകൾ എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഓതി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കഴിയുന്ന ആളുകൾ എല്ലാവരും കൂടെ ഓതാൻ തന്നെ നോക്കണം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ഓതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചരിച്ചിട്ട് തന്നെ ഉണ്ടാകും. ഇനി ഞാൻ ഓതുമ്പോൾ നിങ്ങളും കൂടെ ഓതണം. ഇതിനു മുമ്പ് നമ്മൾ കൂടെ ഓതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നിർത്തി നിർത്തി ഓതിത്തരും. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് 23, 24 ആയത്തുകൾ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُمْ مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ
للكافرين. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് 23, 24 ആയത്തുകളാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് ആ 23-ാമത്തെ ആയത്തിൽ ഓത്തിൽ വരാവുന്ന ചില പിഴവുകളുണ്ട്, നമ്മൾ ഉച്ചാരണത്തിൽ വരാവുന്ന ചില പിഴവ്. അതിൽപ്പെട്ടതാണ് വ ഇൻ കുൻതും ഫീ റൈബിൻ. ഫീ റൈബിൻ, ഈ കുൻതുൻ, കുൻതുൻ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് കുൻതും എന്ന് പറയും, കുൻതുൻ അല്ലെങ്കിൽ കുൻതും എന്നൊക്കെ പറയും. അവിടെ എന്ന് വെച്ചാൽ കുൻതും നമ്മൾ തജ്വീദിന്റെ ഒരു നിയമമാണ്. നമ്മൾ പിന്നെ ഇൻഷാ അള്ളാഹ് ചെറിയ ചെറിയ രൂപത്തിൽ ഓരോന്നോരോന്നായിട്ട് പിന്നീട് പറയാം. അതിൽ തന്നെയുള്ളതാണ് വ ഇൻ കുൻതും ഫീ റൈബിൻ. ഫീ റൈബിൻ എന്നാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫീ റൈബും മിമ്മ, റൈബുൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫീ റൈബൻ എന്ന് പറയും. റൈബൻ അല്ല, ഫീ റൈബിൻ. ഇവിടെ നമ്മളൊരു നിയമം പറയാട്ടോ. ഇവിടെ ഒരു നിയമം പറയാണ്, ഒരു നെഹ്വിയായ ഒരു വ്യാകരണത്തിന്റെ നിയമം പറയണത്. അത് എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഫീ എന്നതിന് ശേഷം വരുന്ന ഇസ്മുകൾ, ഫീ എന്നതിന് ശേഷം വരുന്ന ഇസ്മുകൾക്കൊക്കെ കെസറാണ് ഉണ്ടാകുക. നമ്മൾ ഫത്ത്ഹ്, കെസർ, ലമ്മ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ അകാരം, മുകളിൽ വരുന്ന ഫത്ത്ഹ്. കെസർ എന്ന് പറഞ്ഞാൽ ഇകാരം, താഴെ വരുന്നതായിരിക്കും. ലമ്മ് എന്ന് പറഞ്ഞാൽ ഉകാരം, ഉകാരം എന്ന് പറഞ്ഞാൽ ലമ്മ്. ഇവിടെ ഫീ എന്നതിന് ശേഷം ഏതൊരു ഇസ്മ വന്നാലും ആ ഇസ്മിന് കെസറ ഉണ്ടാകുള്ളൂ. ഒരിക്കലും ഫീ റൈബുൻ എന്ന് പറയൂല, ഫീ മുഹമ്മദുൻ എന്ന് പറയൂല, ഫീ മുഹമ്മദിൻ എന്നാ പറയാ. ഒക്കെ ഏത് ഇസ്മുകൾ പറഞ്ഞാലും ശരി, ആ പേര് കെസർ ചെയ്തിട്ടേ പറയുള്ളൂ. മുഹമ്മദിൻ അല്ലെങ്കിൽ റസൂലിൻ, നബിയിൻ, ജിബിരീലിൻ, ഷൈത്താനിൻ, ഇങ്ങനെ എന്ത് ചെയ്ത് വെച്ചാൽ ഷൈത്താനി ഒക്കെ കെസർ ഇട്ടിട്ടാ പറയാം. മുഹമ്മദി അല്ലെങ്കിൽ പിന്നെ ഷെയ്ത്താനി, ഇങ്ങനെ ത്വാവിലത്തി അല്ലെങ്കിൽ ബാബി, ഇങ്ങനെ ബാബുൻ എന്നുള്ളത് വാതിൽ, ബാബി, ഫി ബാബി എന്നാ പറയാ, വാതിലിൽ എന്നുള്ള പ്രയോഗം. ഓക്കെ, അപ്പൊ ഫി എന്നതിന് ശേഷം വരുന്നതൊക്കെ കെസറായിരിക്കും. ഫി എന്നതിന് ശേഷം വരുന്ന ഇസ്മൊക്കെ കെസറായിരിക്കും. ഇനി ഇസ്മ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഒറ്റ നിയമം മാത്രം പറയപ്പെടെ. അപ്പൊ ഇതില് തെൻവീൻ വന്നിട്ടുണ്ടല്ലോ, തെൻവീന് വരുന്നതൊക്കെ ഇസ്മായിരിക്കും. തെൻവീൻ വരുന്നതൊക്കെ ഇസ്മായിരിക്കും. അൻ, ഇൻ, ഉൻ, ഇത് വരുന്നതൊക്കെ ഇസ്മായിരിക്കും. ഇനി എന്താ ഇസ്മ എന്ന് ചോദിക്കരുത്. ഇസ്മ എന്ന് പറഞ്ഞ പേര്, അത് മനുഷ്യന്റെ പേരാവാം, അല്ലെങ്കിൽ വ്യക്തികളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ജീവികളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരായിരിക്കാം, സ്ഥലങ്ങളുടെ പേരായിരിക്കാം, അങ്ങനെ പലതും ഉണ്ട് പേര് എന്ന് പറയാൻ പറ്റുന്നതൊക്കെ. ഏതായിരുന്നാലും നമ്മൾ നെഹ്വല്ല നിയമം എന്നുള്ളത് കൊണ്ട്, നെഹ്വല്ല ക്ലാസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. وإن كنتم في ريب مما نزلنا في ريب مما ആദ്യത്തെ ആ രണ്ട് മീമിനും ശ്രദ്ധ വരുന്നത് വെച്ചാൽ ഈ കൂട്ടി വായിക്കണത് ഫീ റൈബിൻ മിമ്മ, ഫീ റൈബിൻ മിമ്മ എന്നല്ല പറയാ, ഫീ റൈബിൻ മിമ്മ, മിമ്മ, പിന്നെ നസ്സൽന അല അബ്ദിന. ഒന്നുകൂടി ഓതി തരാം. പിന്നെ അതിൽ മിസ്സിലിഹി, മിസ്സില് നമ്മൾ ഇതിനു മുമ്പ് മസലുഹും കമസലില്ലദി എന്ന് പറഞ്ഞ ആ വാചകം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു സ എന്നുള്ള ഉച്ചാരണത്തെ കുറിച്ച്. ഇവിടെ ആ ഒരു വാചകം ശ്രദ്ധിക്കാം. മിസ്സിലി, പിന്നെ വദ്ഉ ശുഹദാ, നല്ലോണം നീട്ടണം. കാരണം എന്താ, അവിടെ നീട്ടാനുണ്ട്, പിന്നെ വരുന്നത് ഹംസയാണ്. അപ്പോ നീട്ടാൻ വരുന്നു, പിന്നെ ഹംസയും വന്നാൽ നല്ലോണം നീട്ടണം കേട്ടോ, നല്ല നീട്ടണം. പിന്നെ സ്വാദിഖിൻ, സാദിഖല്ല സ്വാദിഖ്. ഓക്കെ, ഒന്നുകൂടി ഓതാ, എല്ലാവരും ശ്രദ്ധിക്കാം. وإن كنتم في ريب مما نزلنا, എല്ലാവരും ഓതി. مما نزلنا على عبدنا فأتوا بسورة من مثله من مثله
നിർത്തുകയാണെങ്കിൽ മിസ്ലി എന്നാ പറയാ ട്ടോ, നിർത്തുമ്പോ. ഇനി അല്ല നീട്ടി നിർത്തണം എന്നുണ്ടെങ്കിലോ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും. وادعوا شهداءكم من دون الله إن كنتم صادقين. ഓക്കെ, അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന്റെ അർത്ഥ ഭാഗങ്ങളിലേക്കൊന്ന് പോകാം. അപ്പൊ ഇതിന് മുമ്പുള്ള ഓരോ ആയത്തുകളും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ടായത്തുകൾ പ്രധാനമായിട്ടും പറഞ്ഞത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കൽപ്പനകൾ പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലെ, അതാണല്ലോ പറഞ്ഞത്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞു. ആ ആരാധനയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാരണം പറഞ്ഞത് എന്താ? നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞു. നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, അങ്ങനെയുള്ള രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു അതിന്റെ കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഒക്കെ ഓരോന്നും നമ്മൾ ഭൗതികമായി അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചോ പറയണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഒരുവനാണ്, ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയെ ഒരു തൊട്ടിലാക്കിയവൻ, അല്ലെങ്കിൽ ഒരു വിരിപ്പാക്കിയവൻ. തൊട്ടിൽ എന്നല്ല, ഒരു വിരിപ്പാക്കിയവൻ. ഫിറാഷ്, ഒരു വിരിപ്പാക്കി. അത് മാത്രമല്ല വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു എടുപ്പാക്കി. എന്നിട്ടോ വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് മഴയും വർഷിപ്പിച്ചു തന്നു. എന്നിട്ടോ അതും മാത്രമല്ല ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അതിനുശേഷം പിന്നീട് ആ മഴ വർഷിച്ച് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും കൃഷിയും പഴവർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹു നൽകി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊക്കെ നൽകിയ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ വിഷയത്തിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു നിദ്ദിനെ, ഒരു സമനെ, അള്ളാഹ്ക്ക് തുല്യനായ ഒരാളെ നിങ്ങൾ വെക്കല്ലേ. ഇൻ കുൻതും തഅലമൂൻ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ. എന്തിനാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങൾ ഓരോന്നും വിശദീകരിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് ശരിക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇനിയുള്ള കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ആ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെയും സൃഷ്ടിച്ചവനാണ്. അത് മാത്രമല്ല ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ട പലതും ചെയ്തു തന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നും പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇൻ കുൻതും ഫീ റൈബിൻ, വഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ട് എന്തിന്റെ കാര്യത്തിൽ? മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, എന്റെ അടിമക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടിമക്ക്, അല്ലെങ്കിൽ നമ്മുടെ ദാസന്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയണത്. നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ചതിൽ, നാം ഇറക്കിക്കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അഥവാ വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അതല്ല ആ ഇറക്കപ്പെട്ട മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, രണ്ട് രൂപത്തിലും പറയാം. ഓരോന്ന് നിമിഷം നമുക്ക് വിശദീകരിക്കാം. വഇൻ കുൻതും ഫീ റൈബിൻ, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ. റൈബ് നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഓരോന്നും പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല, വല്ലാതെ പ്രയാസം ഉണ്ടാവില്ല. പഠിച്ച തന്നെയാണ് പിന്നീടും വരിക. അപ്പൊ ഈ കുൻതും എന്നുള്ള പ്രയോഗം ഇതിനു മുമ്പും വന്നിട്ടുണ്ട്.
റൈബ് എന്ന പ്രയോഗം മുമ്പ് വന്നിട്ടുണ്ട്. നസ്സൽന എന്നുള്ളതിന് വേറെ ഒരു വിഭാഗം, വേറൊരു വാക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൻസല എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. അല്ല, എങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതും ഈ ആയത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന പല വാക്കുകളും ഇതിനു മുമ്പും പഠിച്ചതാണ്. അപ്പൊ ഓരോ ഭാഗവും എടുക്കുന്ന സമയത്ത് പഠിച്ചു പോകാൻ നോക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഒന്നുകൂടി പറയാം അർത്ഥം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ കാര്യത്തിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം ഇറക്കി കൊടുത്തതിന്റെ കാര്യത്തിൽ അഥവാ വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, നിങ്ങൾ സംശയാലുക്കളാണോ? അങ്ങനെയാണെങ്കിൽ ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരുന്ന, നിങ്ങൾക്ക് ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ ഫഅ്തു ബിസൂറ, നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരും. മിൻ മിസ്ലി, അതുപോലുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ അതുപോലുള്ളത് കൊണ്ടുവരൂ. വദ്ഉ, നിങ്ങൾ വിളിച്ചോ, നിങ്ങൾക്ക് ഒറ്റക്ക് കൊണ്ടുവരാൻ കഴിയൂലെങ്കിൽ വദ്ഉ ശുഹദാഅക്കും, നിങ്ങളുടെ സഹായികളെ എല്ലാരെയും വിളിച്ചോളിങ്ങൾ. നിങ്ങൾ ആരൊക്കെ സഹായികളായിട്ട് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധ്യന്മാരായി നിങ്ങൾ വെക്കുന്നുണ്ടോ, അവരൊക്കെ നിങ്ങൾ വിളിച്ചോ. ബിന്ദൂനില്ല, അള്ളാഹ്ക്ക് പുറമേ, അള്ളാഹുവിനെ പുറമേ നിങ്ങൾ സഹായികളാക്കി ആരെല്ലാം വെച്ചിട്ടുണ്ടോ അവരെല്ലാം നിങ്ങൾ വിളിച്ചോ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതല്ലേ വേണ്ടത്. ഈ ഒരു ആയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആയത്ത് ഒന്നുകൂടി മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അവതരിച്ചു. അവിടെ അള്ളാഹു സുബ്ഹാനഹു, ഞാൻ ആദ്യം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പറയാം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, അല്ലെ, നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, അവിടെ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വഇൻ കുൻതും, നിങ്ങൾ എന്ന പ്രയോഗം വന്നല്ലോ. ആ പ്രയോഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിൽ പങ്ക് ചേർക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ അതാണ്. അല്ല, ഫീ റൈബിൻ മിമ്മാ നസ്സൽന, നാം അവതരിപ്പിച്ച വിഷയത്തിൽ അഥവാ ഖുർആനിന്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് സംശയം? അതല്ല, അല അബ്ദിന, നാം അവതരിപ്പിച്ചത് ഏതൊരു പ്രവാചകനാണോ ആ പ്രവാചകനിലാണോ നിങ്ങൾക്ക് സംശയം? മൂന്ന് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിൽ. രണ്ടാമത്തത്, ഈ ഒരു ആയത്തിൽ പരാമർശിച്ച അള്ളാഹു അവതരിപ്പിച്ചതിൽ. അള്ളാഹു അവതരിപ്പിച്ചത് ഏതാ? വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അതല്ല, ഈ ഖുർആനിന്റെ കാര്യം, ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിട്ടുള്ള, ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരുന്ന നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന ആ പ്രവാചകന്റെ വിഷയത്തിൽ, അതിലാണോ നിങ്ങൾക്ക് സംശയം? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരീന്ന പറയണത്. അപ്പൊ ഇവിടെ ആ സംശയാലുക്കളോട്, സംശയം പ്രകടിപ്പിക്കുന്നവരോടാണ് പറയണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ ഈ ഭാഗം പറയാനുണ്ട്, ഞാൻ പറയാം. ഇനി ഈ ആയത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് നമ്മൾ പറഞ്ഞല്ലോ, 22-ാമത്തെ ആയത്തിലുള്ളത് ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിൽ ഒരു പങ്കാളിയെ വെക്കരുത് എന്ന് പറഞ്ഞത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തെങ്കിൽ, ഈ ആയത്ത് ശരിക്കും മുഹമ്മദ് റസൂലുള്ളയാണ്. മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് അംഗീകരിക്കണം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ആയത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. നേരത്തെ മുമ്പുള്ള ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഏതാണ് ആ വാചകം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അള്ളാഹുൽ പങ്കു ചേർക്കരുത്, അല്ലെങ്കിൽ അള്ളാഹുൽ ഒരു പങ്കാളിയെ വെക്കരുത്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഒരാളെ സമനായി വെക്കരുത് എന്ന് പറഞ്ഞു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതെങ്കിൽ ഇവിടെ എന്താ പറയണമെന്ന് അറിയോ? മുഹമ്മദ് റസൂലുള്ളാഹ്. ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ പ്രവാചകന്റെ വിഷയത്തിൽ, നമ്മുടെ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് പകരം എന്നോണം നിങ്ങൾ ഇന്ന് ഒരു ഖുർആൻ കൊണ്ടുവരും. ആ പ്രവാചകൻ കൊണ്ടുവന്ന ഖുർആൻ നിങ്ങൾക്ക് പറ്റണില്ലേ? ഞങ്ങൾ കൊണ്ടുവരും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഇവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം അബ്ദിന എന്ന് പറഞ്ഞു. അബ്ദുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ വിഷയത്തിൽ പറയുന്ന പ്രയോഗമാണ് അബ്ദ്, അടിമ എന്നുള്ള പേര്. അബ്ദുല്ലാ, അല്ലെ, നമ്മുടെ മക്കൾക്ക് പേരിടും അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ. അബ്ദുറഹ്മാൻ,
പരമകാരുണ്യകന്റെ അടിമ. അബ്ദുറഹീം, കരുണാവാരിധിയുടെ അടിമ. അല്ലെ, അള്ളാഹുവിന്റെ പേരിലേക്ക്, അള്ളാഹിന്റെ പേരിന് തൊട്ട് മുമ്പ് അബ്ദ് ചേർത്തുകൊണ്ട് നമുക്ക് പറയാം അള്ളാഹുവിന്റെ അടിമ. അതായത് അള്ളാഹിന്റെ പേരാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, അബ്ദ് ചേർക്കാം. ചേർക്കാത്ത പേരുകളുണ്ട് കേട്ടോ, ചേർക്കേണ്ടതില്ലാത്ത പേരുകളുണ്ട്. സാന്ദർഭികമായിട്ട് പറയാം. ഇപ്പൊ ഷക്കൂർ എന്നുള്ളത് അള്ളാഹിന്റെ പേരാണ്, അബ്ദുൽ ഷക്കൂർ എന്നും പറയാം, വെറും ഷക്കൂർ എന്നും പേരിടാം. റഹീം എന്നുള്ളത് അള്ളാഹിന്റെ പേരാണ്, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, റഹീം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ പല പ്രയോഗങ്ങളിലും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അബ്ദുറഹീം എന്നും പേരിടാം, വെറും റഹീം എന്നും പേരിടാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹിന്റെ മാത്രം പേരാണ്. അപ്പൊ വെറും റഹ്മാൻ എന്ന് പേരിടാൻ പാടില്ല, അബ്ദുറഹ്മാൻ തന്നെ പറയാം. അബ്ദുറഹ്മാൻ തന്നെ പറയാം, റഹ്മാനെ എന്നല്ല, അബ്ദുറഹ്മാൻ തന്നെ പറയാം. ആ പേര് അങ്ങനെ തന്നെ വിളിക്കണം, അങ്ങനെ തന്നെ വിടും വേണം, അബ്ദുറഹ്മാൻ തന്നെ പറയണം. ചില പേരുകൾ അങ്ങനെയാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്ന കോഴ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതല്ല വിഷയം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഏതായിരുന്നാലും അബ്ദിന, നമ്മുടെ അടിമ എന്ന് പറഞ്ഞു. ഇവിടെ അബ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും തോന്നും ഈ അബ്ദ് എന്നുള്ളത് ഒരു മോശം വേർഡല്ലേ, ഒരു അടിമ, എന്റെ അടിമ എന്നുള്ള പ്രയോഗം. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന മഹത്വം നൽകിയ ഒരു മഹത്വമാക്കി എണ്ണിയിട്ടുള്ള ഒരു നാമമാണ് അബ്ദ് എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞിട്ടുള്ളത് ലാ തതുറൂനി കമാ അത്റത് നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രൈസ്തവരായ ആളുകൾ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടി പുകഴ്ത്തല്ലേ. ഞാൻ ഇന്നി അബ്ദുല്ലാഹ് വ റസൂൽ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ആദ്യം ഞാൻ അള്ളാഹിന്റെ റസൂലാന്നല്ല പറഞ്ഞു, ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ അള്ളാഹിന്റെ അടിമ മാത്രമാണ് ഇങ്ങനെ പറയാം. ഇവിടെ അബ്ദ് എന്നുള്ളത് അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാണാൻ പറ്റും ഇപ്പോ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്ലെ, മിഅ്റാജ് യാത്ര എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ആദ്യം ഇസ്രാ ആണ് നടന്നത്, പിന്നെ മിഅ്റാജ്. മക്കയിൽ നിന്ന് സൗദി അറേബ്യയിലുള്ള മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. അതിന് ഇസ്രാ എന്നും, പിന്നെ അവിടുന്ന് പിന്നെ ആകാശത്തേക്ക് കൊണ്ടുപോയി, അതിന് മിഅ്റാജ് എന്നും പറയും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയെന്ന് അറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബിയെ വിളിച്ചത് അബ്ദ് എന്നാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ലെ ആ ഒരു ആയത്ത് നോക്ക്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ ആ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാ പറയുന്നത്. അവിടെ അബ്ദിഹി എന്നാ പറഞ്ഞത്. അബ്ദ്, അടിമ എന്ന ഒരു പേരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ ഇവിടെ പിന്നെ ഈ അടിമ എന്ന് പറയുമ്പോൾ അതൊരു മോശം പേരായിട്ട് നമുക്ക് ആർക്കും തോന്നേണ്ടതില്ല. അപ്പൊ നമ്മൾ ഒരാളെ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കീഴിലാണ് വർക്ക് ചെയ്യണത് എന്ന് പറയാൻ നമുക്ക് വല്ല പ്രശ്നമുണ്ട്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയട്ടെ, മനസ്സിലാക്കാനാണ്, അള്ളാഹുവിലേക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചില ആളുകൾ പറയും ഞാൻ ഇന്ന കമ്പനിയിലാണ്, ഞാൻ ലുലുല വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ എം.എ. യൂസഫ് അലിയുടെ ഒരു സ്റ്റാഫാണ്, അല്ലെ, വലിയ സംഭവമാക്കിയിട്ടാ പറയാം. സത്യത്തിൽ അയാൾ ജോലി ചെയ്യുന്നതിനുള്ള വേതനം പോലും ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല. ഞാൻ ഒരിക്കലും ആ വ്യക്തിയെയോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയോ ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരു പക്ഷേ ഈ ജോലി ചെയ്യുന്ന ആൾക്ക് അയാളുടെ ജോലിക്കനുസരിച്ച് കൊണ്ട് കിട്ടാതിരിക്കാം. പക്ഷെ എന്നാൽ പോലും പറയണ്ട, തനിക്ക് ഒരു സാലറി, മാസം സാലറി തരുന്ന ഒരാളുടെ വിഷയത്തിൽ ഞാൻ അയാളുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഞാൻ അയാളുടെ ജോലിക്കാരനാണ്, ഞാൻ അയാളുടെ സ്റ്റാഫാണ് എന്നൊക്കെ വലിയ സംഭവമാക്കി പറയും. സത്യത്തിൽ രാജാതിരാജനായ നമ്മുടെ റബ്ബ്, ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്ന് പറയാൻ എന്താ തടസ്സം? നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കീഴിലാണെന്ന് പറയാൻ ഒരു മടി ഉണ്ടാവില്ല. ഞാൻ അയാൾ എന്തു പറഞ്ഞാലും കേൾക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാൻ ഒരു മടി ഉണ്ടാവില്ല. അയാളെ ഇഷ്ടപ്പെടണം. അതുകൊണ്ടാണ് ആ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും നബിയെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അള്ളാഹിന്റെ റസൂലാണ് എന്ന് പറയുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞത് ഇന്നി അബ്ദുല്ലാ, ഇന്നി അബ്ദുല്ലാ, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ അടിമ എന്നുള്ള പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മഹത്വമേറിയ നാമമായിട്ടാണ് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റെടുത്തതാവട്ടെ ആ രൂപത്തിലാണ്. ഇനി ഇവിടെ നമ്മളാകുന്ന അടിമകളുണ്ട്, നമ്മളും അള്ളാന്റെ അടിമകളാണ്. പക്ഷേ അതിനെ ആ ഒരു രൂപത്തിൽ ഞാൻ അള്ളാന്റെ അടിമയാണ് എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ അള്ളാന്റെ അടിമയാണ് എന്ന് പറയാം. ഞാൻ ആരുടെ അടിമല്ല എന്നൊക്കെ വലിയ അഹങ്കരിച്ചിട്ടാണ് പല ആളുകളും പറയാം, അല്ലേ? പക്ഷെ സത്യത്തിൽ നമ്മൾ അള്ളാന്റെ അടിമയാണ്. അത് ഒരു അഭിമാനത്തോടെ. എങ്ങനത്തെ അഭിമാനം? ഈ സർവചരാചരങ്ങളെയും ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും, ഞാൻ കാണുന്നതും കാണാത്തതുമായ എല്ലാ ജീവിവർഗങ്ങളെയും, ഞാൻ കേൾക്കുന്നതും കേൾക്കാത്തതുമായ എല്ലാ കേൾവിയുടെ ഉടമസ്ഥരെയും, ഈ ലോകത്തിന്റെ മുഴുവനും അത് സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയാണ് ഞാൻ. എല്ലാത്തിനും കഴിവുള്ള റബ്ബിന്റെ അടിമ, ഒരു കുറവുകളും ഇല്ലാത്ത റബ്ബിന്റെ അടിമ, അല്ലെ? അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ്, ഒരു അഭിമാനമാണ്, ഞാൻ ആ റബ്ബിന്റെ അടിമയാണെന്ന് പറയാം. അതല്ല, അള്ളാനെ മനസ്സിലാക്കാത്ത ആളുകൾക്കാണ് പൊതുവെ അബ്ദ് എന്നൊക്കെ പറയുമ്പോൾ, അടിമ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ചിലല്ലേ എന്ന് പറയാം. അതൊരു കുറവായിട്ട് തോന്നും. ആർക്ക്? അബ്ദ് എന്നുള്ളത് പറയുന്നത് കുറവായിട്ട് തോന്നും അള്ളാനെ മനസ്സിലാക്കാത്തവർക്ക്. അള്ളാനെ മനസ്സിലാക്കിയ ആളുകൾക്കോ അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ് എന്ന് ആ ഒരു ബോധ്യത്തോടു കൂടി പറയാനും പ്രാർത്ഥനകളിൽ പോലും ആ ഒരു പ്രയോഗം നടത്താനും കഴിയാം, അല്ലെ? നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുന്ന സമയത്ത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക. കേട്ടിട്ടില്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? അതാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത്, അതിന്റെ തുടക്കത്തിലുള്ള ഒരു വരിയ ചൊല്ലിയത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാ. ആ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ ഒരു പ്രാർത്ഥന ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാണ്. ഒരാൾ രാത്രിയാണ് ചൊല്ലുന്നതെങ്കിൽ രാവിലെ ആകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാണ്. അഥവാ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേവലം ഇങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ല, എന്താണോ ചൊല്ലുന്നത് അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. വളരെ ഒരു 4-5 വരികളുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥന പഠിക്കാൻ നോക്കുക. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയിട്ടുള്ള ആ ഖുർആനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, നിങ്ങൾ അതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരും. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, അതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. അത് മാത്രമല്ല വദുഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെയുള്ള നിങ്ങളുടെ മുഴുവൻ സഹായികളെ നിങ്ങൾ വിളിച്ചോളി. വല്ലാത്തൊരു വെല്ലുവിളിയാണ് അള്ളാഹ് അവിടെ നടത്തിയത്. ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങൾ കൊണ്ടുവരൂ എന്നല്ല, നിങ്ങൾ ആരെയാണോ ആരാധ്യനായിട്ട് കൊണ്ടു നടക്കുന്നത് ഓരൊക്കെ വിളിച്ചോളി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ആ ഒരു പ്രയോഗം നോക്കിയേക്ക്. ശരിക്ക് ഈ വിളിക്കുന്ന ആൾക്കാരെയും ആരെയാണോ വിളിക്കണത് ആ വിളിക്കപ്പെടുന്നവരും എല്ലാവരും ഒരുമിച്ച് ഒന്നും അല്ലാതാക്കണ വാക്കാണത്. ശരിക്ക് നിങ്ങൾ കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞ്, നിങ്ങളും നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ മറ്റവരും കൂട്ടിക്കോളി. അതായത് നിങ്ങളിപ്പോ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അള്ളാനെ ആരാധിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാൻ നിങ്ങൾക്ക് പ്രയാസം. എന്നാൽ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ സഹായികളാക്കിയിട്ട് വെച്ചിട്ടുള്ളത്, നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണോ, നിങ്ങൾ വിളിച്ചു തേടുന്നവരാരാണോ ഓരൊക്കെ നിങ്ങൾ വിളിച്ചോ, എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരും. ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഖുർആൻ ഉള്ളതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുന്നത്. ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ ഈ വെല്ലുവിളി നമ്മൾ ഖുർആനിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വെല്ലുവിളികൾ നമുക്ക് കാണാൻ പറ്റും. ഖുർആനിന്റെ 3 വെല്ലുവിളികളുണ്ട്. ഖുർആൻ അവതരിച്ചു, മക്കയിൽ വെച്ചാണ് ഖുർആൻ അവതരിക്കുന്നത്. ആ അവതരിച്ചതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുമ്പോഴൊക്കെ
ശത്രുക്കൾ അതിനെ അത്ര വേണ്ട വിധത്തിൽ എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതൊന്നുമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ വേറുള്ള എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോഴൊക്കെ ഇതിനേക്കാൾ ഉഷാർ നമുക്ക് കഴിയും എന്നുള്ള നിലക്കോ, അല്ലെങ്കിൽ നീ ഒരു കവിയാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഖുർആനിന്റെ ഒന്നാമത്തെ വെല്ലുവിളി, നിങ്ങൾ ഈ ഖുർആനിന്റെ വിഷയത്തിൽ സംശയാലുക്കളാണോ? എന്നാൽ നിങ്ങൾ ഈ ഖുർആനിലെ പോലുള്ളതൊന്നും നിങ്ങൾ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അം യഖൂലൂന തഖവ്വലഹു ബൽ ലാ യുഅ്മിനൂന ഫൽയഅ്തു ബിഹദീസിൻ മിസ്ലി ഇൻ കാനൂ സാദിഖീൻ. അതല്ല, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് എന്നവർ പറയുകയാണോ? അല്ല, അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ സത്യവാന്മാരാണെങ്കിൽ ഇതുപോലുള്ള ഒരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ. ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഖുർആൻ പോലുള്ളതൊന്നും നിങ്ങൾ കൊണ്ടുവരൂ. ഖുർആനിന്റെ ഒന്നാമത്തെ വെല്ലുവിളി. കഴിയോർക്ക്? ഇല്ല. അതിന് അള്ളാഹ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അത് കഴിയൂല, നിങ്ങൾ സത്യസന്ധന്മാരാണ്, നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പിന്നെ അള്ളാഹിന്റെ രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്താ അറിയോ? ശരി, ഖുർആൻ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്, അതേപോലെയൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയത് കൊണ്ടുവരിക പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് വിവരമാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിന് കഴിയൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 സൂറത്ത് കൊണ്ടിരുന്നു. 114 എണ്ണം വേണ്ട, ഒരു 10 എണ്ണം കൊണ്ടുവന്നാൽ മതി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയാണ്, അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലി. അദ്ദേഹം കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, കുൽ നബിയെ പറയുക, ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരൂ, ബിഅശ്രി സുവരിൻ മിസ്ലി, ഇതുപോലുള്ള ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ 10 സൂറത്ത് കൊണ്ടുവരും. അതും ആരെയൊക്കെ നിങ്ങൾ വിളിച്ചോളി, മുഫ്തറയാത്തിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹ്. നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ പിന്നെ ആരെയൊക്കെ ആരാധ്യന്മാരായിട്ടുണ്ടോ അവരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നോളി. ഇവിടെ പിന്നെ ഈ ആയത്തില് ഒരു ചെറിയൊരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊരു ഭാഗം മിസ്സായിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ആ ഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക. 11-ാം അധ്യായം 13-14 ആയത്തുകൾ, ആ ആയത്തുകൾ നിങ്ങൾ നോക്കണേ. ഞാൻ വീണ്ടും പറയണു, ഇത് നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടൈപ്പ് ചെയ്യരുത്, ഇതിൽ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഏതോ ഒരു ഭാഗം, എൻ്റെ മൗസിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് പോയതായിരിക്കും. ഏതായിരുന്നാലും പിന്നെ ഈ ഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക. ഇതിലുള്ളത് ഇത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങളൊരു 10 സൂറത്ത് കൊണ്ടുവരും. ഖുർആൻ പോലുള്ള നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ 10 സൂറത്ത് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് വീണ്ടും അള്ളാഹുവിന്റെ വാക്ക്, ഇനി അല്ല നിങ്ങൾക്ക് 10 സൂറത്ത് കഴിയൂലേ, അം യഖൂലൂന ഇഫ്തറ ഖുൽ ഫഅ്തു ബിസൂറത്തിൻ മിസ്ലി, ഖുർആനിലുള്ള ഒരു അധ്യായം അതുപോലുള്ള ഒന്നെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ ആരൊക്കെ വിളിക്കാനുണ്ടോ അവരൊക്കെ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതാ വേണ്ടേ. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇത്ര ഗൗരവത്തിലെ അള്ളാഹു വെല്ലുവിളിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്ന്, ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയൂല. അത് ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഖുർആന്റെ ആൾ തന്നെയാണല്ലോ, അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയണേ? അല്ല. ഖുർആനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ സർവകാലികമാണ്. സർവകാലികം. എന്താ സർവകാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയണത് നിങ്ങൾ നേരെ ശ്രദ്ധിക്കണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾ അശ്രദ്ധമായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാവരും ഇവിടെ അല്ലേ? ഓക്കെ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ആർക്കും ഉറക്കം വരുന്നില്ലല്ലോ. കുറച്ചേരം ഇങ്ങനെ കേട്ടാൽ ചിലപ്പോൾ ശൈത്താൻ പിടിക്കട്ടോ. പിടിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ടില്ല കുറച്ചു നേരമായിട്ട്, അതുകൊണ്ടൊരു പിന്നെ ഉറക്കം വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? ഓക്കെ. അപ്പോ ഈ ഖുർആനിന്റെ പ്രത്യേകത, ഖുർആൻ ഇത്ര വെല്ലുവിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയൂല എന്ന് പറയാനുള്ള കാരണം, ഖുർആൻ 23 കൊല്ലം കൊണ്ടാണ്, 23 വർഷം കൊണ്ടാണ് ഖുർആന്റെ പൂർണ്ണമായി കൊണ്ടുള്ള അവതരണം നടക്കുന്നത്. കുറച്ച് കുറച്ച് ഇങ്ങനെ അവതരിച്ച് 23 കൊല്ലം കൊണ്ടാണ് പൂർണ്ണമാകുന്നത്. ശരിക്ക് 23 കൊല്ലം കൊണ്ട് ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ? നമ്മൾ 23 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വിവരമല്ലല്ലോ നമുക്ക് ഇപ്പൊ ഉള്ളത്. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്ന വിവരമാണ് ഇപ്പോഴുള്ളത്? അല്ല, എത്രയോ മാറി. നമ്മുടെ പല നിലപാടുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്.
കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കൊണ്ട് ഞാൻ അന്നാ പറഞ്ഞതല്ല കേട്ടോ, ഇതാണ് കുറച്ചും കൂടി ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതും തിരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ. ഒരു പക്ഷേ നമ്മുടെ ഭരണഘടന, ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന, ഈ ഭരണഘടന പോലും 96-ലധികം തവണ തിരുത്തപ്പെട്ട് കഴിഞ്ഞു. ഉണ്ടാക്കിയിട്ട് ഭരണഘടന ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഏകദേശം 70 വർഷത്തിന്റെ അടുത്ത് അല്ലെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1950-ലാണ് ഉണ്ടാക്കപ്പെടുന്നത്. അപ്പൊ ഏകദേശം ഒരു 74 കൊല്ലമായിട്ടുള്ളൂ. അതിനിടയിൽ 90-ലധികം 96-ലധികം തവണ ഭരണഘടന തിരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. ഒരു 74 കൊല്ലത്തിനിടയിൽ ഇത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1400 കൊല്ലങ്ങൾക്കിടയിൽ എത്ര തവണ ഖുർആൻ മാറ്റേണ്ടി വന്നിട്ടുണ്ടാകും? പക്ഷെ മാറ്റില്ല. അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്താണോ ഓതിയത് അതേ ആയത്താണ് നമ്മൾ ഇന്നും ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ സ്വഹാബിമാർക്ക് ചൊല്ലിക്കൊടുത്തത് അതേ ആയത്ത്, അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഓതിക്കൊടുക്കണതേ ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് ഓതിക്കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബത്തിന് ഓതിക്കൊടുത്തതാണ്. സ്വഹാബിമാർ അവരുടെ കൂടെ ഉള്ളവർക്ക് ഓതിക്കൊടുത്തതാണ്. അവർ അവരുടെ കീഴിൽ വന്നുള്ള ആളുകൾക്ക്, അവർക്ക് ശേഷം വന്ന ആളുകൾക്ക് ഓതിക്കൊടുത്തത്. അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സാധനം അത്. അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ അറിയോ? ഈ 23 കൊല്ലം കൊണ്ട് മാറ്റങ്ങൾ വരാം, അങ്ങനത്തെ ഒന്നും നിങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഈ ഖുർആനിൽ എന്തെങ്കിലും ഒരു പിഴവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതുമില്ല. എത്ര കാലമായി ഓരോരുത്തർ നോക്കാൻ തുടങ്ങിയിട്ട്? അതിനു വേണ്ടി മാത്രമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ എത്ര മനുഷ്യന്മാരുണ്ട് ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, ദീനിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തില്ലേ, ഈ ആയത്ത് ഓതിയിട്ട് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കൽബിലേക്ക് കയറണം. ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ, ഖുർആനിനെ തിരുത്താൻ, ഖുർആനിനെ എതിർത്തുകൊണ്ട് എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളും പലരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അള്ള പറഞ്ഞ എന്താ? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരും ചെങ്ങായിമാരെ. ഖുർആൻ തെറ്റാണ് നിങ്ങൾ പറയുന്നുണ്ട്, എന്നാ ഖുർആനിന് പകരമായിട്ട് നിങ്ങൾ വേറൊന്ന് കൊണ്ടുവരും. അല്ലെ, ഇന്നത്തെ നാട്ടിലുള്ള യുക്തിവാദികൾ പല ആളുകളും ഇസ്ലാം ശരിയല്ല, ഖുർആൻ ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല, നിങ്ങൾ ശരിയുള്ളതൊന്ന് പറയും. അതില്ല, അത് നമ്മളിങ്ങനെ തോന്നിയ പോലെ ജീവിക്കുക, കാണുന്ന എല്ലാ തോന്നിയ ദിവസം ചെയ്യുക, എന്തും പറയുക, എന്തും ചെയ്യുക, എന്ത് പിന്നെ വൃത്തികെട്ടതിനും സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ വേറെ എന്തല്ലേ? അല്ലേ? നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഖുർആൻ തെറ്റാണെന്ന് പറയുന്നവർക്ക്, എന്നാ ഖുർആൻ തെറ്റാണ്, എന്നാ ഇന്നതാണ് ശരി എന്ന് പറയാൻ പറ്റണോ? വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, ഇതാണ് ശരി എന്ന് പറയാൻ പറ്റണോ? വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ കഴിയാത്തെ? മനുഷ്യൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും ശരി, അള്ളാഹുവിന്റെ കലാമിന് തുല്യമായിട്ട് ഒന്നും കൊണ്ടുവരാൻ അവന് കഴിയൂല. അതൊരു ഖുർആനും കൊണ്ടുവരാൻ കഴിയൂല, 10 സൂറത്തും കൊണ്ടുവരാൻ കഴിയൂല, ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ കഴിയൂല. ഇത് അള്ളാഹിന്റെ വെല്ലുവിളിയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും പറയുന്നത്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. തന്റെ അടിമയുടെ കാര്യത്തിൽ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ അതുപോലുള്ളതൊന്ന് കൊണ്ടുവരീം. ഈ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഞാൻ നമ്മുടെ 2-ാമത്തെ ആയത്ത്, 24-ാമത്തെ ആയത്ത് നേരെ ശ്രദ്ധിക്കാം. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَإِن لَّمْ تَفْعَلُوا فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا وَلَن تَفْعَلُوا. വലൻ എന്ന് പറയേണ്ടതില്ല, നല്ലോണം മണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സുക്കൂണിലെ നൂനിന് ശേഷം താ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. ആയത്ത് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെല്ലുവിളി നടത്തിയിട്ട് പറയണം, ഫഇൻ ലം തഫ്അലു, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫഇൻ ലം തഫ്അലു, നിങ്ങൾക്ക് അതിന് ചെയ്യാൻ കഴിയൂലെങ്കിൽ, അഥവാ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ, എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയാണ് വലൻ തഫ്അലു, നിങ്ങൾക്ക് ഒരിക്കലും കഴിയൂല. അള്ളാഹ് ഉറപ്പിച്ചു പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലെങ്കിൽ എന്ന് മാത്രമല്ല, വലൻ തഫ്അലു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല, അത് ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. വലൻ തഫ്അലു,
എന്നിട്ട് അള്ളാഹ് പറയാണ് ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നരകത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കിയിട്ട് അത് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയില്ല. നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം ഇത് കളവാണ് എന്നാണല്ലോ. ഇത് കളവാണ്, ഇത് തെറ്റാണ്, ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇതൊരിക്കലും അംഗീകരിക്കേണ്ടതില്ല, ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ, എന്നാൽ ഈ ഖുർആനിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായതോ ആയ ഒന്ന് ഖുർആനോ അല്ലെങ്കിൽ അതിലെ 10 സൂറത്തോ ഇനി ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. എന്നിട്ടല്ല പറയാണ് അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂലെങ്കിൽ, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുമില്ല, നിങ്ങളൊട്ട് കൊണ്ടുവരാൻ റെഡിയുമില്ല എങ്കിൽ ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. ഖുർആനിനെ എതിർക്കുന്ന ആളുകളുടെ കാര്യത്തിലായി പറയുന്നത്. ഖുർആനിനെ എതിർക്കുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ട്. നമ്മൾ ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമ്മൾ തോന്നിയ പോലെ ഇങ്ങനെ വായിക്കുക, തോന്നിയ പോലെ അർത്ഥം വെക്കുക, തോന്നിയ പോലെ നമ്മൾ അതിനെ വിശദീകരിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുക, നമുക്ക് വേണ്ടാത്തൊക്കെ വേഗം ഒഴിവാക്കുക, അതിനൊക്കെ ആക്ഷേപിച്ചിട്ടും കളിയാക്കിയിട്ടൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കാം. ഖുർആനിനെ പോലുള്ളതൊന്ന് കൊണ്ടുവരാൻ, ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? ഖുർആനിന്റെ ഇന്ന ആയത്തിൽ നിങ്ങൾ സംശയാലുവാണോ? ഖുർആനിന്റെ ഇന്ന ഒരു സൂറത്തിൽ നിങ്ങൾ സംശയാലുവാണോ? എന്നാ നിങ്ങളൊന്ന് കൊണ്ടുപോവാ. നിങ്ങൾ കൊണ്ടുവരാൻ റെഡിയില്ല, നിങ്ങൾക്ക് അതിന് കഴിയൂലെങ്കിൽ ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. കാരണം നിങ്ങൾ സത്യനിഷേധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ മുഴുവനായിട്ട് ഒരാൾ നിഷേധിക്കുന്നതും ഖുർആനിലെ ഒരു സൂറത്ത് നിഷേധിക്കുന്നതും ഖുർആനിലെ ഒരായത്ത് നിഷേധിക്കുന്നതും ഒക്കെ നിഷേധമാണ്. മൂന്നും കാഫിറായി പോകുന്ന കാര്യം തന്നെയാണ്, സംശയമല്ല. ഒരാൾ ഖുർആൻ മുഴുവൻ ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല കാഫിറാകുക. ഖുർആനിലെ ഒരു സൂറത്ത് അത് ഞാൻ നിഷേധിക്കും, ആ സൂറത്ത് എനിക്ക് വേണ്ട, അപ്പോഴും അയാൾ കാഫിറാണ്. അല്ല, ഖുർആനിലെ ഒരായത്ത് ആ ഒരായത്ത് ഉണ്ടല്ലോ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയൂല, ആ ആയത്ത് മാത്രം എനിക്ക് പറ്റൂല, ബാക്കിയെല്ലാം ഞാൻ സ്വീകരിച്ചോളാം. 6236 6235 ഞാൻ സ്വീകരിച്ചോളാം, ആ ഒരായത്ത് ഞാൻ സ്വീകരിക്കൂല എങ്കിൽ അയാൾ കാഫിർ തന്നെയാണ്, അയാൾ നിഷേധിയാണ്, യാതൊരു സംശയമല്ല. അതുകൊണ്ട് തന്നെ ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. ഈ ഇത്തഖുന്നാർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ചില പ്രയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടപ്പോൾ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് പറഞ്ഞൊരു രംഗമുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു ഹദീസ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അതിന്റെ കാരണം പറഞ്ഞു. സ്ത്രീകൾ കൂടുതൽ ലഅനത്ത് പറയുന്നവരാണ്, ശാപത്തിന്റെ വാക്കുകൾ പറയുന്നവരാണ്, അതൃപ്തിയായിക്കൊണ്ട് സംസാരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു പരിഹാരം കൂടി പറയുന്നുണ്ട്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖിൻ തംറത്തിൻ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും. ഒരു കാരക്കയുടെ ചീന്ത്, ഒരു കാരക്ക മുഴുവനല്ല, അതിന്റെ ഒരു കീറുണ്ടല്ലോ, നമ്മളിങ്ങനെ കാരക്ക എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ആ ഒരു കുരു എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4-5 കഷ്ണങ്ങൾ ഉണ്ടാകും, അങ്ങനെ കീറിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കീറ്, ഒരു ചീന്ത് കാരക്കയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക എങ്കിൽ അത് ധർമ്മം ചെയ്തിട്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖിൻ തംറത്തിൻ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും. അതാണോ നമുക്ക് കൊടുക്കാൻ കഴിയണത്? നാത് പൊതുവെ ഇന്ന് ഈ ഏതെങ്കിലും ഒരു ദാനധർമ്മത്തിന്റെ വിഷയമൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ തുടങ്ങിയാലോ അത് ഇവിടെ മാത്രം ഒരു പിരിവില്ല എന്നാ വിചാരിച്ച, അപ്പോഴേക്ക് പിരിവ് തുടങ്ങിയോ. ഞാൻ പിരിവിന് വേണ്ടി പറഞ്ഞല്ലോട്ടോ, അത് ഒരു പിരിവിനെ കുറിച്ച് പറയാനല്ലത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തിലുണ്ടാകും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും, അവരെ സഹായിക്കുക. പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് നിങ്ങൾ എല്ലാ സമ്പത്തും കൊടുത്തുകൊണ്ട് ധർമ്മം ചെയ്യണം എന്നല്ല, ഞാൻ സാന്ദർഭികമായി ഇവിടെ പറഞ്ഞത് മാത്രം. ഏതായിരുന്നാലും ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് ആ നരകത്തിന്റെ പ്രത്യേകത പറയാണ്, അല്ലതി വഖൂദുഹാ, അതിൽ കത്തിക്കപ്പെടുന്നത്. വഖൂദ് എന്നുള്ളത് അവിടെ കത്തിക്കപ്പെടുക, അവിടെ കത്തിക്കപ്പെടുന്നത് എന്താ? അന്നാസ്, ജനങ്ങളാണ്. വൽ ഹിജാറ, കല്ലുകളാണ്. ജനങ്ങളും കല്ലുകളും കത്തിക്കപ്പെടുന്ന, ഇന്ധനമാക്കപ്പെടുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. ഖുർആനിനെ പോലുള്ളത് ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ
ഖുർആനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയാലുവാണെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ. മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകം ഉഇദ്ദത് ലിൽ കാഫിരീൻ, അത് കാഫിറുകൾക്ക് വേണ്ടി, സത്യനിഷേധികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്ന ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ കത്തിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആനിന്റെ വിഷയത്തിൽ നിഷേധിക്കുന്ന ആളുകളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു ബേജാറുണ്ടാവണം. നമുക്ക് ഖുർആന്റെ വിഷയത്തിൽ എന്തോ ഡൗട്ട് ഉണ്ട്. സംശയമുള്ളതും നിഷേധവും രണ്ടും രണ്ടാണ്. ഒരാൾക്ക് സംശയമുണ്ട്, ആ ഒരായത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്, അതെന്തായാലും ഒരു വിശദീകരണം എനിക്ക് മനസ്സിലായില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ, നമുക്ക് ചോദിക്കാം. ഇന്ന ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് ഞാൻ അങ്ങനെ വായിച്ചു, എനിക്ക് അതിലൊരു ഡൗട്ട് വന്നു, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം. അതിനൊന്നും പ്രശ്നമല്ല. ഒരാൾ സംശയം പോലും വെക്കാതെ മുഴുവൻ ഇങ്ങനെ സ്വീകരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് സംശയം വന്നു, നമുക്ക് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ എന്താണ്, നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണോ, നമ്മൾ കണ്ട വീഡിയോ ശരിയാണോ, നമുക്ക് വന്ന മെസ്സേജ് ശരിയാണോ, പരിശോധിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ അത് നമുക്ക് ബോധ്യപ്പെട്ടു എന്നിട്ട് നമ്മൾ നിഷേധിക്കാം, നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിഷേധിക്കാം, എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കും. അവിടെയാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് നരകം. ആ നരകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്ലുകൾ കത്തിക്കപ്പെടുന്നതാണ്. ഈ കല്ലുകൾ കത്തിക്കപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കാണും. ശരിക്ക് നമ്മളൊരു വീട്ടിലൊക്കെ പണ്ട് കാലത്ത് അടുക്കള ഉണ്ടാക്കുമ്പോഴേ അടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടാണ്. കല്ലിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കലം വെക്കുക. കല്ലിന്റെ ആ 3 കല്ലുകൾ വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ വിറക് വെച്ച് കത്തിക്കുക. എന്തുകൊണ്ട് മരത്തിന്റെ അടുത്ത് കത്തിക്കൂല? മരം കത്തിപ്പോകുന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് പ്ലാസ്റ്റിക് വെക്കൂല? പ്ലാസ്റ്റിക് ഉരുകിപ്പോകുന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇരുമ്പ് വെക്കൂല? ഇരുമ്പ് ചൂടായ പ്രശ്നമാകുന്നുള്ളത് കൊണ്ടാണ്. അല്ലെ, കുറെ കാരണങ്ങളുണ്ട്. എന്നാൽ കല്ലുകൾ, ആ കല്ലുകൾ കത്തിക്കപ്പെടുന്നു പറയുമ്പോൾ ഏതാണ് ആ കല്ല്? ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ആരാധിക്കപ്പെട്ടവർ, അതായത് ബിംബങ്ങൾ ഉണ്ടാകുമല്ലോ, ബിംബങ്ങളും അതേപോലെ വിഗ്രഹങ്ങളൊക്കെ, ആ വിഗ്രഹങ്ങൾ, ഇവിടെ ഏതൊരു വിഗ്രഹത്തോടാണോ അവർ ചോദിച്ചിരുന്നത് ആ വിഗ്രഹത്തെ നാളെ പരലോകത്ത് അവരുടെ കൂടെ കത്തിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്തിനാണെന്നറിയോ? ഓർക്കൊരു ബോധ്യപ്പെടലാണ്, ഞാൻ ഇത്ര കാലം ആരാധിച്ച അതേ ആരാധ്യനാണ് എൻ്റെ കൂടെ കടന്ന് കത്തണത്. ആ ബിംബത്തിനെട്ടോ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഇപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ചില ആൾക്കാരെ ബിംബങ്ങളാക്കി വെച്ചു, എന്നാൽ ഈസാ നബി നരകത്ത് കിടക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ആ ഒരു കല്ലുകൾ, ആ കല്ലുകൾ കത്തിക്കപ്പെടും, ആ ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ കത്തിക്കപ്പെടും. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത്. കാരണം ആ ആളുകൾക്ക് ബോധ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ. വേറെ ചില ആളുകൾ പറഞ്ഞത്, പിന്നെ ചില തഫ്സീറുകളിൽ കാണാൻ പറ്റുക, അതിന് പ്രത്യേക തരം കല്ലുകൾ ഉണ്ടാകുന്ന, അങ്ങനെ കത്തിക്കാനായിട്ട് അള്ളാഹു ചില പ്രത്യേക തരം കല്ലുകളെ വെക്കും. ചില ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളിലല്ല, ചില പണ്ഡിത വചനങ്ങളിൽ കിബിരീത്ത് കല്ല് എന്നൊക്കെ പറഞ്ഞ ചില പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അതായത് ഒരു ശക്തമായ ദുർഗന്ധമായിരിക്കും അതിൽ നിന്നുണ്ടാകുക. അതിങ്ങനെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആ പിന്നെ എന്താ പറയാ, മാംസം ഉണ്ടല്ലോ, ആ മാംസം ഇങ്ങനെ വലിച്ചെടുക്കുന്ന രൂപത്തിലായിരിക്കും എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ്, മനുഷ്യനാണ്. അതാണ് നരകം. ആ നരകത്തിന്റെ ഭയാനകത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഉഇദ്ദത്തുൽ കാഫിരീൻ എന്ന് പറഞ്ഞല്ലോ, ഇത് സത്യനിഷേധികളുടെ കാര്യത്തിൽ അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, കാഫിറുകളുടെ കാര്യത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹദീസ് നമ്മൾ കേട്ടോളി. ഈ ഒരു ഹദീസിന്റെ പ്രത്യേകത, റസൂൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ട് ആദ്യം അല്ലാഹു ചെയ്ത കാര്യം എന്താണെന്നറിയോ? ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചപ്പോൾ അർസല ജിബ്രീല ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീലിനെ ആ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഉൻദുർ ഇലൈഹ വ ഇലാ മാ അഅദത്തു ലി അഹ്ലിഹാ ഫിഹാ, ജിബ്രീലെ നിങ്ങളൊന്ന് പോയി കാണും, എന്തൊക്കെയാണ് ആ സ്വർഗത്തിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പോയി നോക്കുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം അങ്ങോട്ട് ചെന്നു, സ്വർഗം കണ്ടു, അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളതൊക്കെ കണ്ടു. ഫറജഅ ഇലൈഹി, എന്നിട്ട് അല്ലാഹുവിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഫവഇസ്സതക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ആ ഒരു സ്വർഗത്തിനെ കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാതിരിക്കൂല. കാരണം അത്രയും സൗകര്യങ്ങളാണ് അതിലുള്ളത്.
അതുകൊണ്ട് സ്വർഗത്തിനെ കുറിച്ച് ഒരാൾ കേട്ടു, അതിൽ ഇന്ന ഇന്ന സൗകര്യങ്ങൾ ഉണ്ടെന്ന് കേട്ടാൽ ഒരിക്കലും നിന്റെ അടിമകളിൽ ഒരാളും അതിൽ പ്രവേശിക്കാതിരിക്കൂല. അത്രയും അവരതിനു വേണ്ടി പരിശ്രമിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഫഅമറ ബിഹാ ഫഹുഫ്ഫത് ബിൽ മകാരിഹ്. അല്ലാഹു സുബ്ഹാനഹു ഇനി ശ്രദ്ധിക്കട്ടോ, സ്വർഗം സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ ചുറ്റും മക്കാരിമുകൾ വിതറിന. മക്കാരിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ഇതൊക്കെ അതിന്റെ ചുറ്റും വിതറി. എന്നിട്ട് പറഞ്ഞു ജിബ്രീലെ ഒന്നുകൂടി പോയി കാണും, ആ സ്വർഗം ഒന്നുകൂടി കാണും, എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടല്ലോ നോക്കിക്കോ. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് നോക്കുകയാണ്. അപ്പൊ നേരത്തെ സ്വർഗം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് സ്വർഗത്തിന്റെ ചുറ്റുമുള്ള ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അതാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ തരണം ചെയ്താൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ, അല്ലാതെ വെറുതെ കിട്ടൂല. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, വഇസ്സതി ലഖദ് ഖിഫ്തു അല്ലാ യദ്ഖുലഹാ അഹദുൻ. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ അടിമകളിൽ ഒരാളും അതിൽ പ്രവേശിക്കൂല എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ പറഞ്ഞാൽ അതിനൊന്നും പല ആളുകളും റെഡിയാകൂല. അപ്പൊ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ് ഇലന്നാർ, നരകം ഒന്ന് പോയി കാണും, ഫൻദുർ ഇലൈഹാ, എന്നിട്ട് അതിലേക്ക് പോയി നോക്ക്, വഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫിഹാ, അതിന്റെ ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പോയി കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നു. ആ നരകത്തിനെ തന്നെ പരസ്പരം അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിന്റെ ഭയാനകത, അതിൽ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ അതിങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടു. എന്നിട്ട് വേഗം അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ, അതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും തന്നെ അതിൽ പ്രവേശിക്കൂല, ഒരിക്കലും പ്രവേശിക്കും. കാരണം അത്രയും ഭയാനകത ആ നരകത്തിലുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ശഹവാത്തുകൾ അതിന്റെ ചുറ്റും വിതറിന. നരകത്തിന്റെ ചുറ്റും ശഹവാത്തുകൾ അഥവാ ദേഹേച്ഛകൾ, നമ്മുടെ മനസ്സിന് താല്പര്യമുള്ളത്, നമ്മുടെ ആഗ്രഹങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിതറി. എന്നിട്ട് പറഞ്ഞു, ഇർജി ഇലൈഹാ, ഇനി അതിലേക്കൊന്ന് പോയി നോക്ക്, ഇനിയൊന്ന് പോയി നോക്ക്. അത് പോയിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വഇസ്സതിക്, അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ അടിമകളിൽ ഒരാൾ പോലും ആ ഒരു നരകത്ത് കടക്കാതിരിക്കൂലേ, അതിന് ഒരാൾ രക്ഷപ്പെടൂലേ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാൾ സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ഹദീസിൽ മനസ്സിലാക്കേണ്ടത് എന്താ, നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ? അത് അള്ളാന്റെ അടുക്കലേ, നമുക്കറിയൂല. ഈ ഒരു ഭൂമിയിൽ ഉണ്ട് എന്നല്ല, ഇപ്പൊ നമ്മളിപ്പോ നോക്കുന്നിടത്ത് ഉണ്ട് എന്നല്ല, പക്ഷെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുകയും ചെയ്തു, ജിബ്രീൽ അലൈഹിസ്സലാം അത് കാണുകയും ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടിട്ടുണ്ട്. സ്വർഗം കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ വീട് കണ്ടു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ വീടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ചരിത്രങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, സമയം അധികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തേക്ക് എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം തന്നെ പറഞ്ഞേ. ബുദ്ധിമുട്ടും പ്രയാസവും സഹിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ എത്താൻ കഴിയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാണും, നിങ്ങളിപ്പോ ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടല്ലാതെ നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയൂല. ഖുർആൻ പഠിക്കാതെ, ഖുർആനിന്റെ ആളാവാതെ, ഖുർആൻ മനസ്സിലാക്കാതെ, ഖുർആനിൽ വിശ്വസിക്കാതെ നമുക്ക് ഒരാൾക്ക് സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണോ, ത്യാഗം ചെയ്തേ പറ്റൂ. ത്യാഗം ചെയ്യാതെ സ്വർഗം ലഭിക്കൂല. ഇനി നരകത്തിന്റെ വിഷയോ, നരകത്തിനെ കുറിച്ച് പറയുമ്പോ ആ നരകം ഷഹവാത്തുകളാണ്, നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ മനസ്സിന് താല്പര്യം എന്താ, ആ സ്വസ്ഥമായിട്ടിരിക്കാൻ, ആ ഒരു ക്ലാസ് ഒക്കെ നടക്കണ നേരം ഉറങ്ങി ആ ഉറക്കം കിട്ടും ചങ്ങായി, അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചറിഞ്ഞോളൂ, നോക്കി അടിപൊളി സിനിമ ഇറങ്ങിക്ക, അത് കണ്ട നമ്മുടെ മനസ്സതാണ്, ദേഹം ഇച്ഛിക്കുന്നതാണ് ആ സിനിമ കാണാൻ, അല്ലെങ്കിൽ ഈ ഒരു ഹറാമ് ചെയ്യാൻ, ആ ഒരു നന്മ ഒഴിവാക്കാൻ, ഈ ഒരു തിന്മ ചെയ്യാൻ. ഇതാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ, ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എത്തപ്പെടുന്നത് നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ഈ ഒരു വാചകത്തെ നമ്മൾ കാണാം. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ,
അത് സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽ നമ്മളുണ്ടോ എന്ന ഒരു പേടി നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ആയത്തുകളിൽ, ഈ 2 ആയത്തുകളിൽ പരാമർശിച്ച 10 കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നബിയെ സംരക്ഷിക്കുന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാണ് അള്ളാഹ് ആദ്യം പറയുന്നത്, വഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് ഇറക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ കൊണ്ടുവരടൂ എന്ന് അള്ളാഹു വെല്ലുവിളിക്കാണ്. ആരുടെ കാര്യത്തിൽ? നബിനെ സംരക്ഷിച്ചുകൊണ്ട്. ആളുകളെല്ലാവരും നബിയെ വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ ദീനിനെ വിമർശിക്കുമ്പോൾ അള്ളാഹ് അതിൽ ഇടപെടാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണന കൊടുത്തു എന്ന് മാത്രമല്ല, അബ്ദിന എന്നുള്ള ഒരു പ്രയോഗം, അവിടെ ആ ഒരു പ്രയോഗം കൂടി നൽകി. മൂന്നാമത്തത്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത്. വനസ്സൽനാ മിമ്മാ നസ്സൽനാ എന്നുള്ളതുണ്ട്. നാം അവതരിപ്പിച്ചു, ഇറക്കി എന്നുള്ളത്. ഇറക്കി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കലാമാണ്, അല്ലാതെ എന്തല്ല, അത് പിന്നെ ഒരു 2 ചട്ടക്കുള്ളിൽ ഉള്ളതല്ല, അല്ലെങ്കിൽ അത് സൃഷ്ടിയല്ല എന്നുള്ള ഒരു പ്രയോഗം കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 4, അള്ളാഹു ഉപരിയിലാണ്. നസ്സൽന, ഇറക്കി എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപരിയിലാണ്, അല്ലാതെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇറക്കി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നാണല്ലോ ഇറക്കുക, താഴെന്ന് ഇറക്കി എന്ന് പറയൂല. അപ്പോ മുകളിൽ, ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അഞ്ചാമത്തത്, ഖുർആൻ മുഴുവൻ മുഅ്ജിസത്താണ്. അത് ചെറിയ അധ്യായമാണെങ്കിലും ഖുർആനിലെ ഒരു ചെറിയ അധ്യായം, ഇപ്പൊ ചെറിയൊരു അധ്യായമാണ് സൂറത്ത് കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. വെറും 10 വാക്കുകളാണ് അതിലുള്ളത്, വെറും 10 വാക്ക്. എന്നാൽ ആ ഒരു സൂറത്തും മുഅ്ജിസത്തുള്ളതാണ്, അമാനുഷികമാണ്, അത്ഭുതമാണ്. അതിനൊക്കെ എന്തുണ്ട്? ഇഅ്ജാസ് ഉണ്ട്, ഒരു അത്ഭുതം ഉണ്ട് അതിൽ. പക്ഷെ നമുക്ക് ആ സൂറത്തുകളിലേക്കൊക്കെ എത്തുമ്പോൾ വിശദമായിട്ട് പിന്നീട് പറയാം. ആറാമത്തത്, ആരാധ്യരെയും ആരാധിക്കപ്പെടുന്നവരെയും അള്ളാഹു വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവരാൻ കഴിയൂല, പിന്നെ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണോ, എന്നാൽ നിങ്ങൾ ആരെയാണോ വിളിക്കണത് ഓരക്കങ്ങൾ വിളിച്ചോളിയും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വെല്ലുവിളിക്കണം. ഏഴാമത്തത്, ഖുർആനിനെ എതിർക്കുന്നവന്റെ സങ്കേതം നരകമായിരിക്കും. ഫത്തഖുന്നാർ എന്ന് പറഞ്ഞത്, ഖുർആനെ എതിർക്കുന്ന ആള് അയാൾ നരകത്തിലായിരിക്കും. 8, മനുഷ്യൻ നരകത്തിന്റെ ഇന്ധനമാണ്. ഇവിടെ നേരത്തെ വിശദീകരിച്ചു. തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിന്റെ ഇന്ധനമാണ് മനുഷ്യൻ. 9, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മനുഷ്യനെ ശിക്ഷിക്കാനാണ് നരകം. മനുഷ്യനെ ശിക്ഷിക്കുന്നത് ഏതിലാ? നരകത്തിൽ ഇട്ടിട്ടാണ്. എന്നാൽ നരകം കത്തിക്കുന്നത് അത് മനുഷ്യനെ കൊണ്ടാണ്. പൊതുവെ നമ്മളൊരു തീയിലിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അടിയിലിട്ട് കത്തിക്കും, എന്നിട്ട് മുകളിലാണ് ചൂട് വരിക, അല്ലെ? എന്നാൽ ഇവിടെ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നരകം. എന്നാൽ നരകമാകട്ടെ, നരകം കത്തിക്കുന്നത് മനുഷ്യനെ കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകമാണ്. അപ്പൊ മനുഷ്യനെ കത്തിക്കപ്പെടും. മനുഷ്യനെങ്ങനെ കത്തിക്കുക? അതിന്റെ ഇന്ധനമായിട്ടുള്ളത് മനുഷ്യനാണ്. നരകം ഒരിക്കലും കെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ എല്ലാം നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. 10, നരകം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ അതാണ് ഇപ്പോൾ വിശദീകരിച്ചത്. ആയത്തൊന്നുകൂടി ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. ഇൻഷാ അല്ലാഹ് നമ്മൾ 24 ആയത്തുകൾ പഠിച്ചു. നമ്മൾ ഓരോരുത്തരും ആയത്തുകൾ കൃത്യമായി പഠിക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. ഈ പറയപ്പെട്ട ഓരോന്നും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിൽ ഒരു സംശയവുമില്ലാതെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളും വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.